നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ കമുകറ പുരുഷോത്തമനെ കുറിച്ചിട്ടാണ്. അദ്ദേഹത്തെ സാർ എന്നല്ലാണ്ട് വിളിക്കാൻ കഴിയില്ല. പിന്നെ പറഞ്ഞു പോകുന്ന ആ ഒഴുക്കിൽ ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. ആത്മവിദ്യാലയമേ അവനിയിൽ ആത്മവിദ്യാലയമേ ഈശ്വര ചിന്തയിലൊന്നേ മനുജന് ശാശ്വതമേ ഉലകിൽ. അങ്ങനെ നമ്മുടെ മനസ്സിനെ തൊട്ടുണർത്തുന്ന എത്രയോ ഗാനങ്ങൾ പാടിയ ഒരു വലിയ ഗായകൻ, മഹാഗായകൻ എന്നൊക്കെ പറയാൻ കഴിയുന്ന ആ നിരയിൽ ഉയർന്ന ഒരു വലിയൊരു കലാകാരൻ. അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഗാനമേളകൾ കാണാനും ആസ്വദിക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹവുമായി നേരിൽ സംസാരിക്കുന്നത് ഓൾഡ് ഈസ് ഗോൾഡ് എന്നൊരു പ്രോഗ്രാമുമായി തിരുവനന്തപുരം വെള്ളയമ്പലത്തെ യക്ഷിയമ്മാൾത്തറ അമ്പലത്തിൻ്റെ ഉത്സവത്തോടനുബന്ധിച്ച് ഇന്ന് ദേവരാജൻ്റെ പ്രതിമയൊക്കെ സ്ഥാപിച്ചിരിക്കുന്ന ആ ഏരിയയിൽ ഒരു വലിയ സ്റ്റേജ്, തമ്പാനൂരിൽ നിന്നും നടന്ന് ആണ് അന്ന് ആ പ്രോഗ്രാം കാണാൻ പോയത്. അന്ന് പ്രശസ്ത പിന്നണി ഗായിക ശ്രീമതി പി ഈല, ആൻറ്റോ, അങ്ങനെ നിരവധി പേർ പങ്കെടുത്ത ഓൾഡ് ഈസ് ഗോൾഡ് എന്ന ആ പ്രോഗ്രാമിൽ അതിൻ്റെ നായകത്വം വഹിച്ചത് ശ്രീ കമുകറ പുരുഷോത്തമൻ സാറാണ്. ഒരു കാലഘട്ടത്തിൻ്റെ തിളക്കവും ഒരു കാലഘട്ടത്തിൻ്റെ വെളിച്ചവും പേറി ഇന്നും മനുഷ്യ മനസ്സിൽ ഉണർത്തുപാട്ട് എന്ന് വേണമെങ്കിൽ പറയത്തക്ക രീതിയിലുള്ള അദ്ദേഹം പാടിയ നിരവധി ഗാനങ്ങൾ. അന്ന് ആ പ്രോഗ്രാം കാണുമ്പോൾ ആയിരക്കണക്കിന് ആൾക്കാരാണ് തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നത്. അതും റോഡിൽ, വാഹനങ്ങൾ നിരന്തരം പൊയ്ക്കൊണ്ടിരിക്കുന്ന റോഡിൽ അവിടെ ഇരിക്കാനൊന്നും ഒന്നും സൗകര്യമില്ല. നിന്നാണ് ആൾക്കാർ കാണുന്നത്. ഒരു ഉദ്ദേശം 1000-1500 പേരോളം കാണും ഉദ്ദേശമാണ്. അങ്ങനെ അവിടെ ഒരു പോസ്റ്റിൽ ചാരി നിന്നാണ് ഞാൻ ആ ഗാനമേള ആസ്വദിച്ചത്. അന്ന് അതിൻ്റെ സംഘാടകരിൽ ഒരാളെ കണ്ട് വിസിറ്റിംഗ് കാർഡും കൊടുത്തിട്ട് പറഞ്ഞു, ശ്രീ കമുകറയുമായി ഒന്ന് സംസാരിക്കണം. അതിന് പ്രോഗ്രാമൊക്കെ കഴിയേണ്ട സംസാരിക്കാൻ പറ്റുമോ? 1.5 മണിയാവും. നിങ്ങൾ അത്രയും നേരം നിൽക്കുമ്പോൾ സംസാരിക്കാം. ഉള്ളിലൊന്ന് ചിരിച്ചിട്ട് ഞാൻ പറഞ്ഞു, നിൽക്കാം, ആവശ്യം എൻ്റേതാണല്ലോ, അപ്പോൾ നിൽക്കാം, ഒന്ന് സാറിനോടൊന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുകയുണ്ടായി. അന്ന് കേട്ട ഗാനങ്ങൾ ഇന്നും കാതിൽ ഒരു മുഴക്കമായി കേൾക്കുന്നു. ദിപ്പീലിയിലെയും ഉജ്ജയിനിയിലെ ഗായിക, അതുപോലെയുള്ള എത്രയോ ഗാനങ്ങൾ, പ്രാണനാഥൻ എനിക്ക് നൽകിയ പരമാനന്ദ രസം, അങ്ങനെ എത്ര പറഞ്ഞാൽ തീരില്ല അത്രയും ഗാനങ്ങൾ. അതോടൊപ്പം തന്നെ അദ്ദേഹത്തോടൊപ്പം തന്നെ നിരവധി ഗാനങ്ങൾ അദ്ദേഹം പാടി. അന്ന് അദ്ദേഹത്തെക്കുറിച്ച് ചിലവ ഞാനിവിടെ സൂചിപ്പിക്കാം. 1930 ഡിസംബർ 4 കന്യാകുമാരി തിരുവട്ടാറിൽ ജനനം. 7-ാം വയസ്സിൽ തിരുവട്ടാർ കൃഷ്ണപിള്ളയിൽ നിന്നും സംഗീതം അഭ്യസിച്ചു തുടങ്ങി. 13-ാം വയസ്സിൽ അരങ്ങേറ്റം. 1953 നീല പ്രൊഡക്ഷൻസിൻ്റെ പൊൻകതിർ എന്ന ചിത്രത്തിൽ പാടിയാണ് കമുകറ പിന്നണി ഗായകനായത്. 125ഓളം ചിത്രങ്ങളിൽ പാടി. ഭാർഗവി നിലയത്തിലെ പി ഭാസ്കരൻ എഴുതി ബാബുരാജ് ഈണം പാർന്ന ഏകാന്തതയുടെ അപാരതീരം, ഏകാന്തതയുടെ അപാരതീരം, ഞാൻ എൻ്റെ ശൈലിയിൽ പാടിയതാണ് ആ ഒരു പാട്ട്. ഹരിചന്ദ്രയിലെ തിരുനൈനാർ കുറിച്ച് എഴുതിയ ബ്രദർ ലക്ഷ്മൺ സംഗീതം പാടുന്ന
ആത്മവിദ്യാലയമേ എന്ന ഗാനം മലയാളികൾ എന്നും ഓർമ്മിക്കപ്പെടുന്നവയാണ്. നിരവധി ഗാനങ്ങൾ 1983 കേരള സംഗീത നാടക അക്കാദമി അവാർഡ് നേടി. നിരവധി അവാർഡുകൾ നേടിയ കമുകറ സംസ്ഥാന ഫിലിം അവാർഡ് കമ്മിറ്റിയിലെ ജൂറിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. 1947 മുതൽ ആദ്യത്തെ തിരുവിതാംകൂർ പ്രക്ഷേപണ നിലയത്തിലും തുടർന്ന് ഓൾ ഇന്ത്യ റേഡിയോയിലും ശാസ്ത്രീയ സംഗീത പരിപാടികളും 3000-ലധികം ലളിതഗാനങ്ങളും അവതരിപ്പിച്ചു. തിരുവട്ടാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ മാനേജരും ഹെഡ് മാസ്റ്ററുമായി 35 വർഷം സേവനം. തമിഴ്നാട് സർക്കാരിൻ്റെ ഏറ്റവും നല്ല അധ്യാപകനുള്ള അവാർഡ് നേടി. 1995 മെയ് 25 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. കൂടുതൽ വിശദാംശങ്ങൾ ഞാൻ ഈ പേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് ഗാനമേളയെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ 1 മണിയായി. വെള്ള ജൂബയും മുട്ടോളം വരുന്ന ജൂബ ധരിച്ച് മുണ്ടുമായി കണ്ണടയും ധരിച്ച് അദ്ദേഹം സ്റ്റേജിൻ്റെ പുറത്തേക്ക് ഇറങ്ങി വന്ന് ചുറ്റുപാട് നോക്കുകയാണ്, ആരാണ് എന്നെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്നത്. അപ്പോൾ അതിന് സംഘാടകരിൽ ഒരാൾ പറഞ്ഞു, സാർ ദോണ്ട് നിൽക്കുന്ന ആളാണ്. അങ്ങനെ അദ്ദേഹം സ്റ്റേജിൻ്റെ സ്റ്റെപ്പ് ഇറങ്ങി പുറത്തേക്ക് വന്നു. മണി അപ്പോൾ രാത്രി 1:30 കഴിഞ്ഞിരിക്കുന്നു. നമസ്കാരം സർ, എന്നെ കാണാൻ ഈ അർദ്ധരാത്രി വരെ ഒരാൾ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. ഗാനമെല്ലാം കഴിഞ്ഞ് അതിൻ്റെ ക്ഷീണവും ഒക്കെ ഉണ്ട്. പറയൂ, എന്താണ് വേണ്ടത്? ഞാൻ പറഞ്ഞു, പ്രത്യേകിച്ചൊന്നും വേണ്ട സർ, അങ്ങയുടെ പാട്ടുകളെല്ലാം ഞാൻ കേട്ടു, നല്ല രസമുണ്ട്, മനസ്സിനെ സ്പർശിച്ചു. അതെയോ? നമ്മൾ അതെ സർ. അപ്പോൾ ഇന്നും എൻ്റെ പാട്ടുകൾ ആസ്വദിക്കുന്നവർ ഉണ്ടല്ലേ? സംശയം എന്ത് സാർ? ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ലല്ലോ. അതെന്താ അങ്ങനെ പറഞ്ഞ്? നമ്മൾ 2 ചെവി ഉള്ളതുകൊണ്ട് അതിൻ്റെ ബാക്കിലോട്ട് അതിന് തിരിഞ്ഞു നോക്കി കാണാൻ പറ്റില്ലല്ലോ എന്താണ് എൻ്റെ ശരീരത്തിൻ്റെ ഭാവം എന്ന്. അതുപോലെ അങ്ങ് പാടുന്നു, ജനങ്ങൾ ആസ്വദിക്കുന്നു. ആ പാട്ടിൻ്റെ ഉൾക്കാമ്പ്, ആ പാട്ടിൻ്റെ ശ്രുതി, ആ പാട്ടിൻ്റെ ഈണം, ഇതെല്ലാം മനസ്സിൽ തങ്ങി നിൽക്കുന്നതല്ലേ സർ? എൻ്റെ തോളിൽ ഒന്ന് തട്ടിയിട്ട് ഉറക്കൊന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് കിട്ടിയ ഒരു വലിയ അവാർഡിനെക്കാട്ടിലും മികച്ചതായി തോന്നി നിങ്ങളുടെ അഭിപ്രായം. സത്യത്തിൽ ശരിക്കും എൻ്റെ കണ്ണ് നിറഞ്ഞു കേട്ടോ. കണ്ണാടി ഊരി മുണ്ടിൻ്റെ തുമ്പ് കൊണ്ട് കണ്ണു തുടച്ചു. ഞാനും വല്ലാണ്ടായി. നമ്മൾ സത്യമായിട്ടാണ് സർ പറഞ്ഞത്. അതുകൊണ്ടാണ് അങ്ങയെ കണ്ട് 2 വാക്ക് സംസാരിക്കാനായി ഞാൻ ഇത്രയും നേരം കാത്തുനിന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചു, എവിടെയാണ് താമസിക്കുന്നത്? ഞാൻ പറഞ്ഞു, തമ്പാനൂരാണ്. എൻ്റെ പ്രോഗ്രാമുകൾ മുമ്പ് കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, എണ്ണിയാൽ ഒടുങ്ങില്ല സാർ, എത്രയോ വട്ടം കണ്ടിരിക്കുന്നു, കേട്ടിരിക്കുന്നു. ഇന്നെന്താണ് എന്നെ കണ്ട് സംസാരിക്കണമെന്ന് തോന്നാൻ കാരണം? ഒരു കാലത്ത് മലയാള സിനിമയുടെ അത്യുന്നതങ്ങളിൽ വിഹരിച്ച ഒരു വലിയ ശബ്ദത്തിൻ്റെ ഉടമ. അത് ചെറിയ കാര്യമൊന്നുമല്ലല്ലോ സാർ. എൻ്റെ മുഖത്തോട്ടൊന്നും സൂക്ഷിച്ച് നോക്കിയിട്ട് ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്നത്തെ ജനങ്ങളുടെ കാഴ്ചപ്പാട്, വീക്ഷണം അത് വേറൊരു തരത്തിലാണല്ലോ സാർ. ആസ്വാദന തലം എന്നത് ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ്. കർണാടക സംഗീതം ഇഷ്ടപ്പെടുന്നവർക്ക് ചിലപ്പം ഹിന്ദുസ്ഥാനി ഇഷ്ടപ്പെടണമെന്നില്ല. ചിലർക്ക് ലളിത ഗാനങ്ങളോടാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഓരോരുത്തരുടെ ആസ്വാദന തലം ഓരോ തരത്തിലാണ്. പക്ഷേ അങ്ങയെപ്പോലെയുള്ള ഒരു വലിയ ഗായകൻ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഒന്ന് കണ്ട് സംസാരിക്കുക എന്ന് പറയുന്നത് കലയെ സ്നേഹിക്കുന്ന ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ടതാണ്. വരൂ സ്റ്റേജിനുള്ളിലേക്ക് വരൂ. ശ്രീമതി പി ലീലയുമായിട്ട് നമുക്ക് സംസാരിക്കാം.
എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോടൊപ്പം കയറിയെങ്കിലും ലീലേ ഇതൊരു നല്ലൊരു ആസ്വാദകനും എഴുത്തുകാരനും ഒക്കെയാണ്. സംസാരിക്കുന്നതോ കസേരയിൽ നിന്ന് എണീറ്റൊന്ന് ചിരിച്ചു. വയ്യ, ഇതിൻ്റെ ക്ഷീണമൊന്നും മാറിയിട്ടില്ല, പിന്നീട് ഒരു അവസരത്തിലാവാം എന്നുകൊണ്ട് ചിരിച്ചുകൊണ്ട് ഞാനും അദ്ദേഹം വീണ്ടും പുറമേക്ക് ഇറങ്ങാൻ ഭാവിക്കുമ്പോൾ മറ്റുള്ള ഗായകരും ഓർക്കസ്ട്രക്കാരും ഒക്കെ പറഞ്ഞു, സാർ ഇപ്പം തന്നെ മണി രണ്ടാവാറായി, നമുക്ക് പോണ്ടേ. അപ്പോൾ സംഘാടകരൊക്കെ വന്നു, അവരുടെ കാര്യങ്ങളെല്ലാം സംസാരിച്ചു. അതിനുശേഷം ഇറങ്ങാറായപ്പോൾ ശരവണ ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് വരൂ, എൻ്റെ വീടും ഞാൻ പഠിപ്പിച്ച സ്കൂളും അതൊക്കെ ഒന്ന് കണ്ട് രാവിലെ വന്ന് നമുക്ക് വൈകുന്നേരം തിരിച്ചു പോകാം. ഒരു ദിവസം തീർച്ചയായും വരുമോ? ഞാൻ പറഞ്ഞു, വരാം സാർ, എൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ തരാം, ഒരു ദിവസം വരണം, നിങ്ങളുമായിട്ടൊന്ന് വിശദമായി സംസാരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒരിക്കൽ വരാം സാർ, ഇപ്പോൾ മണി 2-2:30 ആയില്ലേ രാത്രി, ഞാനിവിടുന്ന് നടന്നു വേണം ഇനി തമ്പാനൂർ ചെല്ലാൻ. ഇപ്പോൾ വണ്ടിയൊന്നുമില്ലേ? നമ്മളില്ല സാർ, ഞാൻ ഇവരിൽ ആരോടെങ്കിലും പറഞ്ഞ് അറേഞ്ച് ചെയ്യണോ? നമ്മൾ വേണ്ട സാർ, അതിൻ്റെ ആവശ്യമില്ല. തൊഴുകൈയോടെ അദ്ദേഹത്തിൻ്റെ കരം ഗ്രഹിച്ച് ഞാൻ അവിടുന്ന് മടങ്ങുകയാണ് ഉണ്ടായത്. ആ വശ്യമായ ചിരിയും വശ്യമായ നോട്ടവും പെരുമാറ്റവും എല്ലാം ഹൃദയത്തിൻ്റെ അഗാധ തലങ്ങളിലാണ് വന്നുപെട്ടത്. എത്ര സ്നേഹത്തോടെ, എത്ര വിനയത്തോടെ ആണ് അദ്ദേഹം വന്ന് പെരുമാറിയത്. ഒരു ഗുരു തുല്യനായ ഒരു വലിയ കലാകാരൻ, യാതൊരു മേൽക്കോയ്മയോ യാതൊരു ഭാവഭേദങ്ങളോ ഇല്ലാതെ ഒരു പച്ചയായ നല്ല മനുഷ്യൻ, ഒരു വലിയ കലാകാരൻ. കാലം എത്രയോ കടന്നു പോയിരിക്കുന്നു. 10-30 വർഷം കഴിഞ്ഞെങ്കിലും ഇന്നും എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ദിക്കിൽ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ മുഴങ്ങിക്കേൾക്കാറുണ്ട്. ഈയിടയ്ക്ക് ഓലത്താന്നി എന്നൊരു സ്ഥലത്ത് അവിടുത്തെ പറണീറ്റ് എന്ന് പറഞ്ഞ ഒരു ഇതൊക്കെയുള്ള ഉത്സവത്തിൻ്റെ ഭാഗമായുള്ള ഒരു അമ്പലത്തിൽ ഞാൻ പോവുകയുണ്ടായി. അവിടെയും മൈക്കിൾ കൂടെ കേൾക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈശ്വരചിന്തയിലൊന്നേ എന്ന ഗാനമാണ്. അപ്പോൾ വെറുതെ തമാശയ്ക്ക് അവിടെ ചെറിയ കച്ചവടങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളിനോട് ചോദിച്ചു, ഈ പാട്ടല്ലാണ്ട് പുതിയ പുതിയ പാട്ടുകളൊന്നും ഇടാറില്ലേ? സാറേ, ഈ പാട്ടിൻ്റെയൊക്കെ അർത്ഥവും ഈ പാട്ട് കേട്ട് ആസ്വദിക്കാനുള്ള മനസ്സും ഇന്ന് എത്ര പേർക്ക് ഇരിക്കുന്നു? ഞങ്ങളെപ്പോലുള്ളവർ ഇതൊക്കെയാണ് ആസ്വദിക്കാറ് എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും ഞാൻ ചിന്തിച്ചു, ആ കലാകാരൻ്റെ, ആ മഹാഗായകൻ്റെ സ്വരം, പാട്ടുകൾ കേൾക്കാൻ ഇന്നും എത്ര പേർ ചിന്തിക്കുന്നു, എത്ര പേർ ഇഷ്ടപ്പെടുന്നു. അതാണ് അദ്ദേഹം ഈ ഭൂവിൽ ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ്. ആ വലിയ കലാകാരന് പ്രണാമം അർപ്പിച്ചുകൊണ്ടും ആ വലിയ കലാകാരൻ്റെ ഗാനങ്ങൾ ചിലപ്പോഴൊക്കെ മൂളിക്കൊണ്ടും നടക്കുന്ന എനിക്ക് അദ്ദേഹം ഒരു ഗുരുശ്രേഷ്ഠൻ തന്നെയായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ള ഈ ഓർമ്മകൾ നിങ്ങളോട് പങ്കുവച്ചു. ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. നിർത്തട്ടെ. നന്ദി, നമസ്കാരം.